الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله سبحانه وتعالى നമ്മളെ ഈ സദസ്സിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സഫിയാൻ ചെല്ല പെണ്ണുങ്ങളെ പേര് വർക്കുചെന്നാണ് അള്ളാഹുയുടെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ. സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. ഞങ്ങൾ ബഹുമാനപ്പെട്ട APS ഞങ്ങൾ ദർസ് കമ്പ്യൂട്ടറിലൊക്കെ ഒരു ടേബിൾ വിത്തുവാട്ടിട്ട് തന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഞങ്ങളുടെ മോൾ പ്രസവത്തിലടുത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്ര ബർക്കത്ത് കൊണ്ട് പ്രസവത്തെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. എൻ്റെ ചായത്തും കടി ഞങ്ങൾ അഞ്ചരി ഉസ്താദിന്റെ ഉമ്മയുടെ പേരിൽ അയാളെത്തുവായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ആ ഉമ്മയുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്തിൻ്റെ വകയാണ് വിശദീകരിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ആൾമാർക്കും എല്ലാ സമയത്തും ഏറ്റവും കൂടുതൽ കാരുണ്യം ആക്കിയെടുത്ത ആളാണ്. അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുദ്ധിമുട്ടാക്കിയെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേപോലെ തിരിച്ചടിക്കാത്ത ആളാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുദ്ധിമുട്ട് ഉപദ്രാക്കിയാണ്ട് വിചാരിക്കാം എങ്കിൽ ആ ഉപദ്രാക്കിയത്തെ ആൾക്ക് തിരിച്ചൊരിക്കലും ബുദ്ധിമുട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്കിയിട്ടില്ലെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാദിമ കുന്തു അംശി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടിക്ക് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരു പുതപ്പിത്തോ ഷാൾ, നല്ല ദുർബുള്ള ഷാൾ. ഫഅദറഖഹു അഅറാബിയ്യുൻ, ഒരു അഅറാബിയായ ആൾ, ഗ്രാമീണനായ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഷാൾ ഒരു വലിച്ചിട്ട് അപ്പൊ ഞാൻ അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഹത്താ നളർതു ഇലാ സ്വഹ്ഹതി ആതിഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കുഞ്ചിൽ നാം ഒന്ന് നോക്കി. ഖദ് അസ്തറത് ഫീഹി ഹാശിയത്തു റിദാ, ഇയാൾ ഭയങ്കര ഒരു വലിച്ചു നോക്കുമ്പോൾ അവിടെ ഗായായിരിക്കും. എന്നിട്ട് അയാൾ ചൊന്ന പറക്കും നിങ്ങളെ മൊട്ട അള്ളാഹുടെ സ്വത്തുണ്ടല്ലോ എന്നൊക്കെ തറു ജോറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെല്ല ഫളഹിക്കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിരിക്കുന്നു. ഇയാൾ ഈ അവസ്ഥ കണ്ടിട്ട് ഇയാൾ വന്നിട്ട് ഈ ഷാൾ പിടിച്ച് വലിച്ച പൊഞ്ഞ ഗായായി. എന്നിട്ട് അയാൾ ചൊന്ന വളക്കാൻ എന്നൊക്കെ തറു നിങ്ങൾ മൊട്ട സ്വത്തുണ്ടല്ലോ എന്നൊക്കെ തറു ചെന്നപ്പോ ഫളഹിക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ട് സുമ്മ അമറ ലഹു ബിഅഖായി, പിന്നെ അയാൾ കൊടുക്കണ്ടല്ല അയാൾ കൊടുക്കുക. നമുക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും. അതുപോലത്തെ കുറേ സംഭവങ്ങൾ വേറെ കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒക്കെ പോകുമ്പോൾ ഒരു സംഭവം ചെല്ല അറാബിയായ ആൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തട്ടത്തെ പിടിച്ച് വലിച്ചിട്ടുണ്ടാക്കി. എന്നിട്ട് അയാൾ ചൊല്ല് നിങ്ങളെ സ്വത്തു അത് നിങ്ങളുടെ സ്വത്ത് എന്തോല്ല, നിങ്ങളെ വാപ്പയുടെ സ്വത്ത് എന്തോല്ല, നിങ്ങളെ കയ്യിൽ സ്വത്തുണ്ടല്ലോ എന്നൊക്കെ കർമ്മോ അപ്പോൾ വാപ്പടമേ പറഞ്ഞ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് അത്ര ചെന്നിട്ട് അയാളെ വിളിച്ചിട്ട് അയാൾക്ക് 2 വണ്ടയുടെ മേലിലുള്ള സ്വത്ത് കൊടുക്കുക. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുകളെല്ലാം അസവന്നിട്ട്, കാരണം ഒന്ന് ഇയാൾ വലിച്ചിട്ട് ഉപദ്രാക്കിയത്, രണ്ടാമത് ഇയാൾ ചെന്ന് നിങ്ങളുടെ സ്വത്തമല്ല നിങ്ങൾ അവരുടെ സ്വത്തമല്ല, അങ്ങനെ ഇത്ര ജോലി കാര്യം ചെന്നപ്പോ സ്വഹാബത്ത് അസവന്നിട്ട് സ്വഹാബത്തല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയുള്ള ഇയാൾ എതിരാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ കൊടുക്കൂ ചെന്ന് എന്നിട്ട് സ്വഹാബത്തിലൊട്ടിയ ചെന്ന് ഇൻസരിഫു അലാ ബർക്കത്തില്ലാഹി തആല, എല്ലാവരും കൂടി ചെന്ന് വേറെ സ്വന്തം
ഇയാൾ അടിക്കോ പിടിക്കോ എന്തില്ല, ഇയാൾക്ക് കൊടുത്തിട്ട് അയാളെ കടത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതെന്തി ചൊല്ലുന്നെങ്കിൽ ഈ സ്വഭാവങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തും ഉണ്ടാവുമോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇട്ല പിട്ല അടിക്കല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആളുകൾക്കായിരുന്നെങ്കിൽ ഈ കൂടെ ഓരോ മനസ്സിലാക്കല പരിശുദ്ധ ഖുർആൻ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വലിയ റഹ്മത്ത് ആളാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹു, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് തന്നതുകൊണ്ട് നീ ആൾമാരോട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വർത്തനാക്കിയാറ്. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളു മിൻ ഹൗലി, എന്നാൽ ഞാൻ ചെന്നല്ലേ ഞങ്ങളിട്ട് ദഅവത്താക്കട ആൾമാർ ഞങ്ങൾ മുട്ടത്തെ ആൾമാരെല്ലാം ഓടാറ് പോണ്ടാറ്, ഞങ്ങൾ ഡിലീറ്റ് ആക്കട ഓണ്ട് ഭർത്താക്കട ഇങ്ങനെല്ലാം ഞങ്ങൾ ആക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ಬಗ್ಗೆ ചേർത്ത് ലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി, നിങ്ങൾ വലിയ സ്ട്രോങ് ആളുമിത്തു ആയിട്ടില്ലെങ്കിൽ ലം ഫളു മിൻ ഹൗലി, നിങ്ങൾ മുട്ടത്തെ ആൾമാരെല്ലാം ഓടത്താറ്. ഞാൻ എന്തോ ഒരു വിഷയം വന്നപ്പ സംഘടനയുടെ വിഷയം വന്നപ്പോ കണ്ടിട്ട് ഒരാൾ ചെന്ന് ഭയങ്കര സ്ട്രോങ് ആയവരല്ല. അപ്പൊ ഒരാൾ ചെന്ന് ഞങ്ങളെല്ലാം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും ഭർത്താക്കളായി. AP ഉസ്താദ് അങ്ങനെ ആയിരുന്നു. എന്താ പറഞ്ഞു AP ഉസ്താദ് സ്ട്രോങ് ആയിട്ട് എല്ലാവരെയും ഭർത്താക്കൂടി ഉസ്താദ് മുട്ടിന്റെ ആ ഒരു വികലത്ത്. പക്ഷെ ഉസ്താദിന്റെ തത്വം എന്തിനെങ്കിൽ ഇതാണ് നല്ല സ്വഭാവം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹു, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ആണ് നീ എന്താക്കിയത് ആൾമാരോട് നല്ല രൂപത്തിൽ വർത്തനാക്കിയത്. നിങ്ങൾ സ്ട്രോങ് ആളാണ്, ഭയങ്കര പിന്നെ ജോറുള്ള ആളുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മൊത്തം ഒരാളും നിക്കണം തീർച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെല്ല ദൂരത്തെ ഒരാൾ കണ്ടെങ്കിൽ ഹാപവും അയാൾക്ക് പേടിയാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ഗാംഭീര്യത്തെ ആളാണ്. അതുകൊണ്ടാണ് ഒരു ശത്രു പോലും മുട്ടടുക്കുക. എത്രമോ കിലോമീറ്റർ ദൂരത്തിൽ ശത്രു ഇന്നെങ്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുമ്പോൾ പേടിയാവും. ഗാംഭീര്യത്തെയാണ് അത്ര. അതേസമയത്ത് അയാൾ മുട്ട തന്നെങ്കിൽ പിന്നെ അഹബ്ബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ട് പിന്നെ ആ ഭാഗത്ത് പോലെ ഉടമെടുക്കൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും നല്ല അഖ്ലാഖ് സ്വഭാവങ്ങൾ. അപ്പൊ ഒരാളെയും ദൂറാക്കണമെങ്കിൽ വിജയമില്ല, മുട്ടാക്കട പണിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. മർക്കസ് മുത്താലിമീൻ ഞങ്ങൾ ഒട്ടിയിൽ പോയപ്പോ ഉസ്താദ് റൂമ് പോയി, AP ഉസ്താദ് റൂമ് പോയപ്പോ കുറെ ആൾ റൂമിൽ വെച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ദ്വാരം പുറത്ത് സുമാർ ആൾക്കോ ഇല്ല. അപ്പൊ ഉസ്താദ് ചെലുത്ത് നിങ്ങളുടെ ഓരോരുത്തർ വന്ന് മന്ത്രിക്കത്തല്ലേ. അപ്പൊ ഞാൻ അച്ഛൻ്റെ ഓരോരുത്തരുടെ വിഷയം നടക്കുന്നതല്ല, അത്ര ആളുണ്ട് അവിടെ. ഓരോരുത്തർ വന്നെങ്കിൽ ഞാൻ ഓരോരുത്തർക്ക് മന്ത്രിക്കട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം ചെന്ന് ഉസ്താദ് നടക്കൂല, കാരണം 10-200 ആൾ ക്യൂ നിന്നിട്ടുണ്ടോ. വിശേഷ സംഭവം തന്നെ നടക്കല. പക്ഷെ ഞാൻ അവിടെ ശ്രദ്ധിച്ച് ഇത്രയും ബിസിയുള്ളൊക്കെ ആള് മനസ്സാണ് നന്നൊക്കെ. ഏത് സാമാന്യനായ ആൾ വന്ന് നീ ഓരോരുത്തർ വന്നില്ലെങ്കിൽ ഓരോരുത്തർ ഞാൻ മന്ത്രിക്കത്തല്ലേ ഉസ്താദ് ചെല്ലണമെങ്കിൽ. അപ്പൊ ഈ ഒരു മൗന്നതമായ ഹന്തത്ത് എത്തുള്ള കാരണം എന്തിനാ പൈസ അല്ല, അല്ലെങ്കിൽ വേറെന്തരമോ സ്വാധീനമല്ല, അങ്ങനെ കൽബിൽ അല്ലാഹു കൊടുത്തേക്ക് നല്ല ഏറ്റവും നല്ല സ്വഭാവം. ഇതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഉന്നതമായ ഹന്തത്ത് എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങൾക്കത് പരിപാടി തന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്തിട്ട് ഉസ്താദ് ഒരു സദസ്സിന് പോയപ്പോ ഒരാൾ എഴുതിയെന്ന് ഞാൻ വായിച്ചിട്ടിന്ന്. ഒരു സദസ്സിന് പോയപ്പോ ബാക്കിൽ ഇങ്ങനെ തെച്ചിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഇങ്ങനെ പോകുമ്പോ ഒരു ചവിട്ടി കൊണ്ട് പോയ തലക്കെ ചവിട്ടി സീത എതിർ പോയാൽ പിന്നെ അയാൾ കൊടുത്തത് ഇത് വലിയ ഉസ്താദാണ്. പിന്നെ അയാൾ വന്നിട്ട് മാഫ് കേൾക്കൂടാ, ഉസ്താദ് ചവിട്ടിയാ നിങ്ങൾ കൊടുത്തില്ലാണ്ട് പോണ്ട് പോകുമ്പോൾ തലക്കെ ചവിട്ടി പോയിട്ട്. അപ്പൊ ഉസ്താദ് ചെന്നൂടാ, ഞങ്ങൾ എന്താക്കത്തത് നോക്കുക. ഉസ്താദ് ചെന്നൂടാ, അതൊക്കെയല്ല ഇപ്പൊ മാഫ് കേൾക്കുന്നോണ്ടുകൂടാ. നിങ്ങളെ പോലത്തെ ആൾമാരെ കാൽ ചവിട്ടുകയുള്ളത് ഇത് ഉസ്താദ് ചെന്ന് അയാൾ എഴുതിക്കുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെയാണ് അഖ്ലാഖുൽ ചൊല്ല സ്വഭാവങ്ങൾ. ഇങ്ങനെ നല്ല സ്വഭാവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങ് ഉന്നതമായ ഹന്തത്ത് എത്തല്. അല്ലെങ്കിൽ ഞങ്ങൾ പോയമായിട്ടിരിക്കാറ് കീഴായിട്ടിരിക്കാറ്. അപ്പൊ ഇതെല്ലാം എവിടെ പഠിക്കണേന്ന് ചൊന്നെങ്കിൽ ഇതിന്റെ ഉത്ഭവ കേന്ദ്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊത്തത്തെയാണ് ഇത് പഠിക്കല്. അപ്പൊ ഇങ്ങനെ അയാൾ വന്നിട്ട് വസ്ത്രം വലിച്ചിരലും ആവത്തല്ല, ഇയാൾ എങ്ങനെ അധിക പ്രസംഗം കൊണ്ടിട്ടല്ല, ഇങ്ങനെല്ലാം ഞങ്ങൾക്ക് ചുമ ന്യായം ചൊല്ലുകൂ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ന്യായം ചൊല്ലുകയില്ല. ഖുർആൻ നന്മയും തിന്മയും ഒരുപോലെയല്ല, നല്ലതും ബെടക്കും ഒരുപോലെയല്ല. നീ നല്ലത് കൊണ്ട് എപ്പോഴും പ്രതികരിക്കുന്നു, നല്ലത് കൊണ്ട് മാത്രം പ്രതികരിക്കുന്നു. നിന്റെ വായിൽ ബെടക്ക് വരണ്ട.
അപ്പൊ നക്കൊരു ന്യായം തൊഴിലേക്ക് അവൻ നക്ക് പറഞ്ഞില്ലേ, അവൻ എന്റെ വെടക്ക് ചൊന്നില്ലേ, അവൻ ചെല്ലട്ടെ, അത് അവന്റെ സംസ്കാരമാണ്. നന്റെ സംസ്കാരം അങ്ങനെ ആവുക. നന്റെ സംസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപാടിയതാണ്. ലോകത്ത് എല്ലാവർക്കും ഗലാട്ടെ, സമസ്യ, പ്രശ്ന എന്നേന്നോ ഹിന്ദു സമസ്യ, ഒരു മീറ്റിംഗ് കൂടിയോടെ ഗലാട്ടെ, ഒരു മഹല്ലത്തിൽ ഗലാട്ടെ, ഒരു സംഘത്തിൽ സംസ്ഥ എന്നേന്നോ ഗലാട്ടെ. എന്തുകൊണ്ട് ഇരുന്നെങ്കിൽ രണ്ടാളും ഏതെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറില്ല. അവൻ ഒന്ന് ചെന്നാട്ടെ, ഞാൻ ഒരു 4 ചെല്ലട്ടെ, അതേ വലിയ ബമ്പത്തനായിട്ടാണ് ഞാൻ വിചാരിച്ചത്. അതൊന്നും ബമ്പത്തനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപാട്ടിയതാണ്. ഇത് ഫഅബില്ലതി അഹ്സൻ, നല്ലത് കൊണ്ട് പ്രതികരിക്കൂ സാധ്യമാവണോ, നല്ലത് കൊണ്ട് പ്രതികരിക്കണോ. അങ്ങനെ ആവുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തേ, ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിന്റെയും ആരുടെ ഇടയിലാണോ ശത്രുത്വമുള്ള അവൻ നല്ല ചങ്ങായിയായിട്ട് വേണ്ട നിന്നെ മുട്ട. അപ്പൊ അവൻ കൊത്താവും, ഓണ്ടൊട്ടിയെ താണ്ടിട്ട് എന്ത് കാര്യമില്ല, ഓൻ കാശിനൊന്നും കണ്ടില്ലേ, ഓൻ പ്രതികരിക്കുകയില്ല. അതുകൊണ്ട് അവൻ സ്വയം നന്നാവുകയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴിപാടി തന്നോണ്ടുള്ളേ. അപ്പൊ ഒരിക്കലും മോശമായതിട്ട് മോശമായത് കൊണ്ട് പ്രതികരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നൊരുത്ത മോശമായി വർത്തനാക്കിയാണ്ടുള്ളത് നന്റെ മോശമായ വർത്തനക്ക് ഒരിക്കലും അത് ന്യായം അവിടെയില്ല. എന്തെല്ലാം പെതമ്പ് എന്നോടുള്ളൂ, എന്തെല്ലാം ജീവിത പേര്, എന്തെല്ലാം പെതം പറയുമ്പോ അവന്റെ എതിർലുള്ളവൻ കുറെ തർക്കാരുടെ വിളിച്ചോ, നീ ടോമട്ട ഇങ്ങനെ ചൊല്ലോ. അപ്പൊ അവൻ കർഷകൻ ഞാൻ ഇത് ചെല്ലുമ്പോൾ അതിലാട്ടി ഉഷാറിൽ ചെന്നെങ്കല്ലേ ഗലാട്ടെ ഒരു ടേസ്റ്റ് കിട്ടണം, അങ്ങനെയല്ലേ. നീ ഒന്ന് ചെല്ലുമ്പോൾ ഞാൻ 4 ചൊല്ലും, നീ 4 ചെല്ലുമ്പോൾ ഞാൻ 8 ചൊല്ലും, അപ്പോഴാണ് എനിക്കൊരു ടേസ്റ്റ് വേണം. അപ്പൊ ഇതങ്ങനല്ല. ഇത് ഇയാള് ജീവികൾ കുറെ പെരമ്പ് ചെല്ലുമ്പോ അവൻ കുറെ തർക്കാരുടെ പേരാണ് ചെല്ലുന്നത്. അപ്പൊ ആ ചുറ്റുള്ളവൻ കേട്ട നിന്റെ ഇതിന്റെ വിഷയത്തിൽ അപ്പൊ അവൻ തിന്നത് അവൻ ചെന്ന്, ഞാൻ തിന്നത് ഞാൻ ചെന്ന്. നന്റെ സംസ്കാരം ഇതാണ്, അവന്റെ സംസ്കാരം അതാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞാൻ ചൊന്നിട്ട് ഞാൻ ആ ഹന്തത്തിൽ ഇല്ല എന്നിട്ട് അയാൾ ചൊന്നു. ഇത് ഉദാഹരണം ഞാൻ ചൊന്ന്. മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല സ്വഭാവമാണ്. ഒരിക്കലും മോശമായി വർത്തനാക്കിയത് 23 വർഷം 63 വർഷത്തെ ലൈഫിൽ ഒരു വ്യക്തിയുടെ മോശമായ ഒരു ചെറിയ സ്വഭാവവും എടുത്തു കാട്ടുകയില്ല എന്നൊന്നും ലോകത്ത് ഒരു നേതാവും അത് സാധ്യമേ അല്ല. എങ്ങനത്തെ നേതാക്കന്മാരെല്ലാം വന്നതാ. പക്ഷെ ഞങ്ങളുടെ മോശമായ സ്വഭാവങ്ങൾ എടുത്തു ചെന്ന് ഞങ്ങളുടെ അനുയായികളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ 63 വയസ്സിൽ ഒരാൾക്ക് പോലും, ഒരു ശത്രു പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ಬಗ್ಗೆ അയാൾ സമയമില്ലെന്ന് അയാളെ വ്യക്തിത്വത്തെ ಬಗ್ಗೆ ദൂരം സാധ്യമേ ഇല്ല. പിന്നെ ദൂരിലാണ് എന്തേ, അതുകൊണ്ട് നസീമില്ലാണ്ടാണ് ദൂരം, അവന്റെ അസൂയ കൊണ്ടാണ് ദൂരം. അല്ലാണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം എങ്ങനെ അബൂജഹലിന്റെ അടുത്ത് കേട്ട് നോക്കുമ്പോൾ ഏറ്റവും വലിയ ആൾ അബൂജഹലല്ലേ. അബൂജഹലിന്റെ ആയിട്ട് വലിയ ശത്രു ഇല്ല. അവന്റെ വേണ്ടി കേൾക്കുള്ളൂ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ. അപ്പൊ അവൻ ചെല്ലൊരു ന്യായമുണ്ട്. കാരണം അവൻ എപ്പം കണ്ടെങ്കിൽ എത്താതെ ഞാൻ ചൊല്ലതല്ല, അവൻ ചൊല്ലിന്റെ കറുത്തുണ്ട്, വില ഉണ്ട്. അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒട്ടികമേ ഇന്നെത്ത ആള് അവന്റെ അവ ഖദീജ റളിയല്ലാഹു അൻഹാടെ അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവല്ല മുട്ടമുട്ട ജാവു പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടുള്ള സുബൈക്കൻ ചെങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേ കണ്ട ഇങ്ങനത്തെ ആളാണ് അബൂജഹൽ. അവൻ വെട്ടി എത്തു നോക്കൂ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ അവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ ಬಗ್ಗೆ ഒന്നും ചെല്ലുകയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് മോശമായ കാര്യങ്ങൾ, പ്രയാസങ്ങൾ, ആധുനിക ലോകത്ത് മുസീബത്തുകളെല്ലാം മുസ്ലിംസ് പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ നേതാവിടെ കൊണ്ട ഞങ്ങൾ മുഴുവൻ പേരിന് മാത്രം, ആധാർ കാർഡിന് മാത്രം ആ നേതാവുടെ ആളല്ലാണ്ട് ആ നേതാവുടെ അഖ്ലാഖ് അനുയായികൾക്കും വന്നില്ല, നേതാക്കന്മാർക്കും വന്നില്ല. ഞങ്ങൾ പേര് മാത്രം മുസ്ലിം ചൊന്നിട്ടു. മുസ്ലിമുടെ സ്വഭാവങ്ങൾ പറഞ്ഞുണ്ടായെങ്കിൽ ഇത് നിരന്തരമായി പഠിച്ചേ തീരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് അപ്പം കന്തജാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെയും ബുദ്ധിമുട്ടാക്കാത്ത, നൊമ്പളാക്കാത്ത ആള്. അബൂജഹലിന്റെ ಬಗ್ಗೆ മുങ്ങൽ ഞാൻ ചെന്നരാൻ അബൂജഹലിന്റെ ഒട്ടിയെ ബദർ കണ്ട് കേട്ടാൽ, ബദർ യുദ്ധം നടക്കണ്ട് കേട്ടാൽ ബദർ യുദ്ധത്തിന് പറഞ്ഞു കാരണമേ അബൂജഹൽ ഇല്ലെങ്കിൽ ബദർ നടക്കലെന്ന്. ബദർ യുദ്ധം നടക്കട അനിവാര്യത്വമേ ഇല്ലെന്ന് തണ്ട്. എന്തേ, അബൂ സുഫിയാന്റെ ചെറിയ യാത്രാ സംഘത്തെ പിടിക്കുകയാണ് മദീനത്തെ ഭർത്തായിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സുഫിയാൻ വലിയ ബുദ്ധിമാനാണ്. അയാൾ എന്താക്കി ചെന്ന് വേറെ തെറിൽ ഇങ്ങനെ ബച്ചാവായിട്ട് മക്കത്ത് പോയിട്ട്. പക്ഷെ മുന്നലെ അറിയിച്ചിട്ടുണ്ട് ഒരാളെ ഓടുവാട്ടിട്ട് ബദർ പിന്നെ മക്കത്തിൽ ഇതിങ്ങനെ ഞങ്ങളെ പിടിക്കോ വന്നുകൊണ്ടുള്ള സഹായം വേണോ. പിന്നെ നോക്കുമ്പോ ഞങ്ങൾ ബച്ചാവായല്ലേ, ഇനി സഹായത്തെ അകത്തിയില്ലേ. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ അവിടെ തെക്കുറുണ്ട് അബൂ സുഫിയാൻ ആളെ വിട്ടെങ്കിലും അബൂജഹലിന്റെ അഹങ്കാരം ഒടുങ്ങിയില്ല. കാരണം അവന് വന്ന് ചാവണം ബദറിൽ. അബൂജഹൽ ചെന്ന നാ പോണ്ടേമേ ഞങ്ങളെ കണ്ടിട്ട് പേടിക്കണേ, ഇനി അറബിനെ ഞങ്ങളെ ശുദ്ധിക്ക് പറഞ്ഞു തീരാൻ ചെന്നിട്ടാണ് അവൻ പോയില്ലേ.
അപ്പൊ അബൂജഹൽ എന്തിനാണ് ബദർക്ക് വന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലവും സ്വഹാബത്തിനെ കൊല്ലുകയാണ് ബദർക്ക് വന്നത്. അങ്ങനെ ബദർക്ക് വന്നപ്പ യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് അയാളെ കിതാബിൽ ഒരു സംഭവം ബദർക്ക് വന്നപ്പ ഒരാൾ അബൂജഹലിനെ മെല്ലെ വിളിച്ചിരിക്കുക രഹസ്യമായി മുഹമ്മദ് നബിക്ക് അഭിപ്രായം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ അന്തിമ നിമിഷ അബൂജഹൽ മരിക്കുമ്പോണ്ടായി ഇപ്പൊ നമുക്ക് കൊന്തായില്ല അബൂജഹൽ ചത്തറാണ് അവിടെ. അബൂജഹലിന്റെ ലാസ്റ്റ് ടൈമും അബൂജഹൽ ഇസ്ലാമിന്റെ ദഫനാക്കുകയാണ് വന്നത്. അപ്പൊ ആ അബൂജഹലിനൊട്ടി കേൾക്കടെ നീ ആരൊട്ടിയാണോ യുദ്ധത്തിന് വന്നത്, അയാളെ ಬಗ್ಗೆ നിന്റെ അഭിപ്രായം എന്തരേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സാർ മരിക്കരുത്, എപ്പെങ്കും മരിക്കൂ വിഷയമല്ല മരിക്കടേ. പക്ഷെ മരിക്കുമ്പോഴും ഇങ്ങനത്തെ നല്ല തണ കിട്ടിയിട്ടാണ് മരിക്കണേ. നാലാൾമാർ നല്ല ചോദിക്കണോ, മരിക്കുമ്പോ നാലാൾമാർ നല്ലത് ചൊന്നാറുണ്ടായെങ്കിൽ അയാൾക്ക് സ്വർഗം ഉണ്ടോട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. അപ്പൊ ഈ വ്യക്തിനെ നീ എന്തിക്ക് എതിർത്തരാൻ ചൊന്നിട്ട് അന്ത്യനാൾ വരെ ചരിത്രം ചരിത്രം വായിക്കുന്ന ആൾമാർ കൊന്തവടും ആ ആളിലുള്ള തകരാറല്ലാണ്ട് എല്ലാവർക്കും കൊന്തവടും സീക്ക് ഓണിയത്. ആ നേതാവിടെ എന്തിക്ക് എതിർത്താൻ ചൊന്നെ ആ നേതാവിൽ ഒരു തകരാറും ഇല്ല, റോഹ ഓണികെ ചരിത്രം വായിക്കുന്ന ആൾമാർ കൊന്തവടും. അബൂജഹലിനൊട്ടി കേട്ടാൽ എന്താണ് അഭിപ്രായം? അസാദിഖുൻ അം ഖാദിഖുൻ, അതാണ് കേൾക്കൂല. അയാൾ നേർ ചൊല്ല ആളാ കളവ് ചൊല്ല ആളാ? നേർ ചൊല്ല ആളുണ്ടായും കൂടെ ഇപ്പൊ യുദ്ധാക്കടകത്തിയില്ലല്ലേ, അയാൾ ചൊന്നതല്ല സത്യം. സത്യസന്ധനാണോ കളവ് ചൊല്ല ആളാണോ അഭിപ്രായപ്പെടുന്നൊക്കെ അറിയുള്ളൂ. അപ്പോ അബൂജഹലിന്റെ അഭിപ്രായം എന്തായിരിക്കും? അവൻ കളവ് ചൊല്ല ആളുണ്ടല്ല ചൊല്ലുന്ന യുദ്ധത്തിലല്ലേ ഇപ്പൊ വന്നതോ. അബൂജഹൽ ചെന്ന പലക്കെന്തര കൊണ്ടുണ്ടാ വല്ലാഹി ഇന്ന മുഹമ്മദൻ ലസാദിഖുൻ. ഈ വല്ലാത്തൊരു പലക്കാണ് ഈ അറബി വാക്യത്തെ സ്ട്രോങ് എത്ര കൊണ്ടുണ്ട സത്യ ഇട്ടിട്ടാണ് അവൻ ചൊല്ലേ. സ്ട്രോങ്ങയുടെ പലക്കാണ്, അങ്ങനെ എന്ത് ചൊല്ല ആവശ്യമില്ലത്ത്. നേർ ചൊല്ല ആളും മാത്രം ചെന്നമയ്യാവത്ത്. പക്ഷെ അത്ര ചൊല്ലുന്നെങ്കിൽ അബൂജഹൽക്ക് മയ്യാവില്ല, കാരണം അവൻ കണ്ടു പഠിച്ചതല്ലേ. സത്യയിട്ട് ചൊല്ലുന്നോണ്ടുള്ള നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ് ഇങ്ങനെ ചൊന്നാണ്. എന്നിട്ട് നിപ്പാട്ടില്ല മാ കദബ മുഹമ്മദ് കണക്ക് ചൊല്ലുന്ന അകത്യമുണ്ട് അത്ര ചൊന്നമയ്യല്ലേ. ഒന്നാമത് സത്യസന്ധനും ചെന്നമ്മൈ അബൂജഹൽക്ക് അത് മയ്യാവില്ല. അവൻ ചെന്ന് സത്യം ഇട്ടിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും നേരെ ചെല്ല ആൾ മാത്രമാണ് ഇത് ചൊന്ന് നിപ്പാട്ടില്ല. അബൂജഹൽ മാ കദബ മുഹമ്മദ് അതും ചെന്ന് മുഹമ്മദ് കളവ് ചെന്നിട്ടേ ഇല്ല. അത് എക്സ്ട്രാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദർ യുദ്ധത്തെ ചരിത്രം വായിക്കുമ്പോ അവിടെ എത്തുമ്പോ കൽബുതാവുള്ളൂ. കാരണം അബൂജഹലിന്റെ ഒരു ഗതികേട് നോക്കുക, ഇങ്ങനത്തെ അഭിപ്രായം ചെന്നിട്ടും ആ നേതാവിടെ കൊള്ളുകയും കൊണ്ടേ അത് അസൂയാൻ ചൊല്ലത് കൽബിൽ പിടിച്ചിട്ടുണ്ടായെങ്കിൽ അവിടെ കണ്ണു പൊട്ടു, കാത് പൊട്ടു, ഹൃദയം പൊട്ടു. പിന്നെ ആര് എന്തൊരു ചൊന്നെങ്കിൽ അവൻ തലക്കേ കൊണ്ടുല്ലേ. നീ എന്ത് ഇത്രയും സത്യസന്ധനായ ആളെ കൊണ്ടെനിക്ക് കേട്ടെങ്കിൽ അവന് ആൻസർ ഇല്ല, അവിടെ ഒരു ഉത്തരവും ഇല്ല. പക്ഷെ ഞാൻ ചൊന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മനുഷ്യൻ മരിക്കുന്നുണ്ടെങ്കിൽ അന്തിമ നിമിഷത്തിൽ വരെ ചൊന്നോട്ടുള്ളത് നല്ല അഭിപ്രായമാണ്. എന്തുകൊണ്ടും ചെന്നെങ്കിൽ ഈ സ്വഭാവങ്ങളാണ് ആ നേതാവ് ഇന്ന് ഇത് നല്ലത് കൊണ്ട് പ്രതികരിക്കാവോ. അപ്പൊ എന്താവും ചെന്നെങ്കിൽ ശത്രുത്വമുള്ള ആൾമാർ നല്ല ആൾമാരായിട്ട് വണ്ടാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയ പരിശുദ്ധ ഖുർആൻ നമുക്ക് വഴിപാട്ടി തന്നുകൊണ്ടു. റോഡ് സൈഡിൽ നടന്നുകൊണ്ട് പോകുമ്പോ ബൈക്കിൽ രണ്ടാൾമാർ പോയാറും പേരിക്കാം അങ്ങ് തുപ്പിയാറ് ഒന്ന നന്റെ മേൽಗೆ തുപ്പി അല്ലെങ്കിൽ തുപ്പുമ്പോ നന്റെ മേൽക്ക് മൂന്നേന് പേരിക്കാം എങ്കിൽ അവിടെ ഞാൻ എന്താക്കണം ചെന്നെങ്കിൽ ഞങ്ങളെ ഭാഷയിൽ എന്താക്കണം ചെന്നാൽ അവിടെ മുതു പിടിച്ചിട്ട് ഇടോളി ഞങ്ങളെ തത്വം അതായിട്ടിരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്ക തത്വം അതൊന്നുമല്ല. അവിടെ എന്താക്കണം എതിർ പോയാൻ പേര് പോയിട്ട് അവൻ ആക്സിഡന്റ് അട്ട പോകുന്ന ഹോസ്പിറ്റൽ കൊണ്ടുപോയാ നക്ക് ബിസേ കിട്ടിയിട്ട് ഞാൻ അപ്പ ചെല്ലുവ അത് നക്ക് തുപ്പിയതിന്റെ സാപ്പ് അങ്ങ് തട്ടിയ ഞാൻ ചെന്നിട്ടൈത്തവിടെ. കാരണം പഠിച്ചോണ്ട് വഹി വന്നിട്ടൈത്തല്ലേ നക്ക് തുപ്പിയതിന്റെ സാപ്പാണ് നക്കെന്ന് തോന്നുന്നു. വെറുതെ ഞാൻ ചൊല്ലേ എന്തെങ്കിലും നക്കാരെങ്കിലും മുപ്പതരാക്കിട്ടോ എന്തെങ്കിലും ആവട്ടുള്ള. അപ്പൊ നാനൂടെ പാസ്സാക്കിയിട്ടാവും നണ്ടൊട്ടി കളിച്ചിട്ടാവും. ഇത് ചെറിയ ആൾമാരല്ല, വലിയ വലിയ നേതാക്കന്മാർ ചൊല്ലേണ്ടത് വരെ ഞാൻ കേട്ടേ. വലിയ വലിയ മഹാന്മാർ എന്തിന് അത് തെറ്റാണ് അങ്ങനെ ചൊല്ലുക. അത്ര വലിയ മഹാനായ ആ ചൊല്ലുന്നത് തപ്പാണ്. എന്തേ അത് നണ്ടൊട്ടിയെ കളിച്ചത് കൊണ്ട് ആയിരം നക്കെന്തിര വന്നു. നണ്ടൊട്ടിയെ കളിച്ചാറ് വർഷ പൂർത്തി അവരാട്ടി മുന്നല്ല ജണ്ടാൾക്ക് കിട്ടിയില്ലേ നണ്ടൊട്ടി ഒരാൾ ചൊല്ലുന്നത് ഞാൻ കേട്ടേ. അത് തെറ്റാണ്. അത് ആറ് ചൊല്ലുന്നെങ്കിൽ തപ്പു, അത് അങ്ങനല്ല. അപ്പൊ ഇങ്ങ പോയിട്ട് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയാറുണ്ടായി ഞാൻ ഇവിടെ കൈകൊട്ടറല്ല. ഞാൻ പഠിച്ചുകൊണ്ട് മുട്ടത്ത ആളല്ലേ, നണ്ടൊട്ടി കളിച്ച പങ്ക് കിട്ടിയിട്ടല്ലേ ഞാൻ ചൊല്ലുന്നെങ്കിൽ അതുകൊണ്ട് ലാഭം എന്തും ഇല്ല. ഞാൻ പിന്നെ അങ്ങനെ വിഷയം കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ട് അങ്ങനെ സന്ദർശനാക്കണു നമുക്ക് വിനായിട്ട് ദ്വാരന്നിട്ട് പറഞ്ഞു എങ്കിൽ ഇത് കാണും ഏറ്റവും നല്ല സ്വഭാവമായിട്ടുള്ള ഈ സ്വഭാവം നന്റെ മുട്ടത്തവൻ കണ്ടാണ്ടായെങ്കിൽ
ഇനി ഒരാൾക്ക് അവൻ ഉപതറാക്കല, ഇനി ഒരാൾക്ക് അവൻ തുപ്പു പോകാല. ഇതാണ് അഖ്ലാഖുൻ ഹസനത്തുൽ, നല്ല സ്വഭാവങ്ങൾ. ഈ സ്വഭാവങ്ങളെ കൊണ്ടാണ് ഇസ്ലാം കൂർത്തോളം എത്തിയത്. ഈ സെക്കൻഡ് വരെ ഇസ്ലാം എത്തിയത് ഈ നല്ല സ്വഭാവങ്ങളെ കൊണ്ടാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചെന്ന മഹാന്റെ ഒരു പട്ടാളക്കാരൻ സൈനിക അടിച്ചാണ്ട അടിച്ചിട്ട് ലാസ്റ്റ് അവന് കൊന്തയിട്ട് ഇത് ഇബ്രാഹിം ഇബ്നു അദ്ഹമാണ്. അയാൾ റഈസുസ്സാഹിരീൻ, ഔലിയാക്കളുടെ നേതാവാണ്. വിജയകൊന്തായപ്പോൾ മാഫികേക്കോ വന്നവളാണ്. മാഫികേക്കോ വന്നപ്പ അയാൾ ചൊന്നു, നീ നന്നൊട്ടി മാഫ് എന്ത് കേൾക്കണോണ്ടില്ല, കാരണം നീ നക്ക് അടിക്കുമ്പോ നിക്ക് സ്വർഗ കിട്ടട്ട് ഞാൻ കേട്ടോണ്ടിരുന്നേ. നിക്ക് സ്വർഗ ഞാനിത് വായിച്ചിരിച്ച ഇതെന്ത്ര പോവാ, ഇങ്ങനത്തെ മനുഷ്യന്മാരെല്ലാം ഉള്ളാറല്ലേ. അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയുള്ളത് ഓർക്കണം. അപ്പൊ അയാൾ ചൊന്നത് അങ്ങനെ, നിക്ക് സ്വർഗം കിട്ടട്ട് എന്ത് പറഞ്ഞാൽ എന്ത് അത് നീ നക്കടിക്കുമ്പോ നക്ക് വെറുതെ അല്ല നീ അടിക്കല്, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാ, നിരപരാധിയല്ല നാ. നീ നക്കടിക്കുമ്പോ ഇത് നീ നരകത്ത് പോകുന്ന കാരണമുള്ളൂ, മാത്രമല്ല നക്ക് സ്വർഗത്ത് പോകുന്ന ഒരു ചാൻസാ. കാരണം നിരപരാധിയായാലും വെറുതെ അടിപോകുന്നോണ്ടുള്ളൂ. സ്വർഗത്തിന് പോകുന്ന ചാൻസ് നന്റെ നീ സ്വർഗത്ത് കടത്തിയോണ്ടുള്ളേ. അപ്പൊ നന്റെ സ്വർഗത്ത് കടത്തു കാരണക്കാരനായ നീ നരകത്ത് പോതിരുവാ, നീ നരകത്ത് പോതിര. അതുകൊണ്ട് നിന്റെയും സ്വർഗത്ത് കടത്തുമോ പറ്റുള്ളട്ടി ഞാൻ പറഞ്ഞ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ആൾമാര സ്വഭാവങ്ങൾ, ചരിത്രങ്ങൾ, അഖ്ലാഖ് എന്തെങ്കിലും വായിക്കണേന്ന് തോന്നുന്നെങ്കിൽ അപ്പൊ നക്കൊരു ബോധോദയം പണ്ടു ഇങ്ങനെല്ലാം ഉണ്ടല്ലോ റബ്ബേ. അപ്പൊ ഞാൻ എപ്പോ നോക്കി സ്ട്രോങ്ങള് മൊബൈലിൽ ചൂടാക്കിയോണ്ടു, എപ്പോ നോക്കി ഒരു ചൂട് ചപ്പാത്തി പോലെ ഇങ്ങനെ മെയ്യാവാ, ഇതുകൊണ്ട് സ്വർഗം കിട്ടുവാ? സ്വർഗം കിട്ടില്ല. സ്വർഗം അമലുകളെ കൊണ്ട് കിട്ടുന്നുണ്ട് ആരംഭിയായിരിക്കണ്ട, അഖ്ലാഖ് കൊണ്ട് സ്വർഗം കിട്ടൂ. അഖ്ലാഖ് ചെന്ന സ്വഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങളെ കൊണ്ട് സ്വർഗം കിട്ടു. നിസ്കരിച്ച് ഇഞ്ഞെല്ലാം ഇതായിട്ട് വരുന്നത്, പോയിട്ട് ഇഞ്ഞെല്ലാം ഒട്ടായി ഒരു ഉദാഹരണം. പക്ഷെ ഓന്റെ ബാക്കി അറിഞ്ഞു നോക്കുമ്പോ ഓ എപ്പോ നോക്കിയ പെഞ്ഞായി കടിக்கிறேன்னு വിചാരിക്കാം. എങ്കിലൂടെ നീ എന്തിനു ചെല്ലാറ്? ഇയാൾ സ്വർഗത്തിയ നിങ്ങൾ ചെല്ലണം, ആ ചെല്ലില്ല. എന്തുകൊണ്ട് ഇന്നത്തെ ദുനിയാവ് അത് ചെല്ല്. കാരണം അവന്റെ സ്റ്റേജിൽ സ്ഥാനം ഉണ്ടല്ലേ, അവന്റെ പേരെപ്പോഴും പേപ്പറിൽ വന്നുകൊണ്ടുണ്ടല്ലേ, അവന്റെ എപ്പോ നോക്കി വാട്സാപ്പിലെ ഉണ്ട്, ഡെയിലി ലൈവിലെ ഉള്ളല്ലോ അവൻ. പക്ഷെ അവന്റെ ബാക്കി അറിഞ്ഞു നോക്കുമ്പോ അവൻ ഭയങ്കര സ്ട്രോങ്ങാ. അവന്റെ പണിക്കാരോട്ടിಗೆ എപ്പോ നോക്കി ചൂടായിട്ടേ 24 ಗಂಟೆ ചൂട്, എന്തു ഹെൽപ്പ് ആക്കല്ലേ, പെഞ്ഞായി കടിച്ചോണ്ടേക്കിടേ, ഉമ്മടട്ടിയെ പറഞ്ഞോണ്ടേക്കിടേ, സംഗതി കൊണ്ട് ലൈവിലുള്ള. ഇന്നത്തെ ദുനിയാവ് നീ പോണ്ട സ്വർഗത്തിക്ക് എങ്കിൽ ഞാൻ ചൊല്ല സ്വർഗത്തിന് അത്ര സുലാഭത്തിൽ ചൊല്ലവായില്ല. കാരണം ഈ അമലുകളെ കൊണ്ട് സ്വർഗത്തിന് ഓടില്ല. നീ ഹൈറായ ആളെന്ന് ചൊല്ല സർട്ടിഫിക്കറ്റ് നിന്റെ കുടുംബത്തെ മുട്ട കിട്ടുമോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിപാടി. അപ്പൊ നല്ല സ്വഭാവങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിൽ പോകേണ്ടേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ റോഡ് സൈഡിൽ നടന്നു പോകുമ്പോ ഒരാൾ ഗാഡിയിൽ പത്തിന് വിചാരിക്കാം, ഗാഡിയിൽ നല്ല ഇന്നോവത്തിൽ പോയോണ്ട് കാലി സീറ്റ് ഫുൾ കാലിയാണ്, അയാൾ ഒത്തനെ ഉള്ളേ. നന്റെ എല്ലാം ഒരു 10 ആളെ വിളിച്ചോണ്ട് പോവാ അയാൾക്ക്. ഞാൻ അയാൾക്ക് ഇങ്ങനെ കൈ കാട്ടിയ അയാൾ വാർന്നടിച്ചോണ്ട് പോയാൽ ഞാൻ നിപ്പാട്ടിയില്ലേ, നന്റെ നോക്കിയത് അയാൾ നിപ്പാട്ടന്തല്ല, അയാൾക്ക് നിപ്പാട്ടിയതേ ഇല്ല. നിപ്പാട്ടന്തല്ലേ അയാൾക്ക് നാണൂടെ ചെന്നിട്ട് എന്ത് കാര്യമുള്ളൂ? അയാൾ നിപ്പാട്ടമുണ്ടല്ലോ, അയാൾക്ക് അങ്ങനെ മനസ്സ് തോന്നണല്ലോ. അയാൾ നിപ്പാട്ടിയതേ ഇല്ല, അയാൾ പോയിത്തു. അപ്പൊ നാണൊരു പ്രതിജ്ഞാക്കടെ പടിപ്പാട്ടിലാണ്. നാണും ഇങ്ങനെ ഒരു കാറിൽ പോണ്ട നാലിക്കുമല്ലേ, അയാളും നടക്കണ നാലിക്കുമല്ലേ, ഇല്ലെങ്കിൽ നീ ഉണ്ടാക്കണം ഉറപ്പേ, അയാളെ നടപ്പാട്ടോ നന്റെ ഒരു നാൾ കാറിൽ കടത്തും. എന്നിട്ട് നാണു അങ്ങനെ ആക്കടെ, ഇത് ഭാര്യ നല്ലത് അവിടത്ത് നല്ലത്, ഞങ്ങളെല്ലാം അങ്ങനെ ആക്കടെ, നിങ്ങൾ ചിരിക്കണ്ട, ഞങ്ങളെല്ലാം അങ്ങനെ ആക്കടെ. അങ്ങനെ പിറ്റാണ്ട് ഞാൻ കാറിൽ പോകുമ്പോ അയാൾ അങ്ങനെ നടന്നു പോയോണ്ട് വിചാരിക്കാം അയാളെ തനിക്ക് എന്തോ നടന്നു പോയോണ്ട് അയാൾ. അപ്പൊ നന്റെ നല്ല ഗുണേന്ദ്രൻ ചൊന്നെങ്കിൽ ഞാൻ അയാൾ കൈകാട്ടാണ്ട് അയാളെ മുട്ട പോയി നിപ്പാട്ടിട്ട് പത്തോട്ടോ. അയാൾ നന്റെ മുഖം നോക്കി അയാൾ ചങ്കിയാവും, ഇത് ആറ് പോവാ. ഇന്നലെ ഇയാൾ നടന്നു പോയിക്കുമ്പോഴല്ലേ ഞാൻ കാറിൽ വാറിനാക്കിയും പോയിട്ട് കൈകാട്ടിട്ടും നിപ്പാട്ടാത്ത. ഇയാൾ നോക്കോ എന്തൊരു സ്വഭാവം, ബിൽക്കുൽ ഇയാൾ പിന്നെ അങ്ങനെ ആക്കാറ്, ഇയാൾ മാറിത്തവിടെ. അതേ സമയത്ത് നാണിങ്ങനെ ഓർമ്മടുത്തോണ്ട് ഗൊന്താക്കിയോണ്ട് ഇതാ ഇന്നലെ അങ്ങനെ ആക്കിയല്ലേ ഇന്ന് പരിപാടി ഓൺ കൈകാട്ടിങ്കല്ല ഓൺ ഗൊന്താക്കിട്ട പോണ്ടെന്നാ, ഓൺ ഗൊന്താക്കിട്ട് പോണ്ടെ നാനും കാറിൽ പോയോണ്ടൂല്ലേ. ഇതുകൊണ്ട് എന്തൊരു ലാഭം കിട്ടിയിട്ടുണ്ടാണ് എനിക്ക് ഒരു ലാഭവും ഇല്ല. അവന്റെ മനസ്സിലൊന്ന് നൊമ്പലാക്കി അല്ലാണ്ട് വേറെ ഒരു ലാഭം കിട്ടിയില്ല. ഇസ്ലാം ചൊന്നെങ്കിൽ അതല്ല, മുസ്ലിം അങ്ങനെയല്ല. മുസ്ലിം ചൊന്നെങ്കിൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം ചൊന്നെങ്കിൽ മുസ്ലിമുടെ ഡെഫിനിഷൻ എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത്? അൽ മുസ്ലിമു, മുസ്ലിമും ചെന്നെങ്കിൽ മൻ ഒരുത്തനാണ്. ഏതൊരുത്തൻ? സലിമൽ മുസ്ലിമൂന, എല്ലാ മുസ്ലിമീങ്ങൾ. ഒരു ഹദീസിൽ അങ്ങനെ ഉണ്ട് സലിമൽ മുസ്ലിമൂന. പിന്നൊരു റിപ്പോർട്ട് ഉള്ളത് സലിമൻ നാസു, മനുഷ്യന്മാരെല്ലാം ബച്ചാവാവണു മിൻ ലിസാനിഹി, നന്റെ നാവുടെ തൊട്ട് ബച്ചാവാവണു. അഥവാ നന്റെ ഈ നാവ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപദ്രവമേ തീരാം. ഇതാണ് മുസ്ലിം.
ഈ മുസ്ലിമുടെ ഡെഫിനിഷൻ ഇന്നത്തെ മുസ്ലിമീങ്ങളായ ഞങ്ങൾ എല്ലാവരും വന്നാൽ തായെങ്കിൽ ദുനിയാവേ സ്വർഗ്ഗം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി. മുസ്ലിമൂൻ ചൊന്നെങ്കിൽ നന്റെ നാവിടെ തൊട്ടു നിങ്ങൾ ബച്ചാവാകുന്നു, വയദിഹി നന്റെ കൈരെ തൊട്ടും നിങ്ങൾ ബച്ചാവാകുന്നു. അഥവാ നാൻ കൂടെ ഉള്ള ഇക്കുമ്പ നിങ്ങൾക്ക് ഒരു ഉപദ്രവാകുന്നില്ല, നിങ്ങളെ കൊണ്ട് നക്കൊരു ഉപദ്രവാകുന്നില്ല എങ്കിൽ ഞങ്ങളെ ಬಗ್ಗೆ എന്തിനു ചെല്ലാം? മുസ്ലിമോട് ചെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പരിപാടി. ഇങ്ങനെ സ്വഭാവങ്ങളെ കൊണ്ട് ലോകം കീഴടക്കിയ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ ചൊല്ലുന്നത്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നിങ്ങൾ അത്യുന്നതമായ സ്വഭാവത്തിലുള്ള നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക മദീനത്തിൽ മാത്രം ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ ലോകത്ത് കോടിക്കണക്കിൽ ആൾമാർ ഉണ്ടാവും പോലെ ലോകമെമ്പാടും ഇസ്ലാം എത്തുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്കൊന്നും പോയില്ല. പോയത് അഖ്ലാഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ വെച്ച് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ വന്ന പോലെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫോട്ടോ സ്റ്റാർട്ട് പോലെയാണ് അയാൾ. ആ സ്വഭാവത്തെ അങ്ങനെ പകർത്തിയിട്ടാണ് ഇവിടെ വന്നത്. ഇന്നുവരെ ഇസ്ലാം എത്തുവാട്ടിയ ആൾമാരെല്ലാം അങ്ങനെയാണ്, നല്ല ഗുണങ്ങളെ കൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം കൂടെ എത്തുള്ള കാരണം. ഇന്ന് ലോകത്തുള്ള ആൾമാരെല്ലാം വെറുതെ ചെല്ലാറല്ലേ ഇസ്ലാം ചൊല്ലിൽ ഖഡ്ഗത്തിൽ വന്നേ. ഇതിപ്പ അടുത്ത് വന്നെങ്കിൽ വിഷയല്ലേ, പണ്ടെല്ലാം അങ്ങനെ ഇല്ലത്തല്ലേ. ഇസ്ലാമും ചൊല്ലിനെങ്കിൽ ഖഡ്ഗത്തെ ധർമ്മമാണ്, ഇസ്ലാമുള്ള കൊള്ളോട്ടാണ്. ഇതെല്ലാം എന്ത് പറയും? കാരണം എന്തെങ്കിലും കേട്ടെങ്കിൽ ഇന്ന് അങ്ങ് അതേ കണ്ടുകൊണ്ടുള്ളേ. ഇന്ന് പണ്ടത്തെ മുസ്ലിമീങ്ങളെ ಬಗ್ಗೆ ഞങ്ങൾ ചൊല്ലുകൊണ്ടുള്ള അങ്ങനത്തെ സ്വഭാവക്കാർ ഇങ്ങനത്തെ സ്വഭാവക്കാർ ഭയങ്കര സ്വഭാവങ്ങൾ ചെല്ലുമ്പോ ആ സ്വഭാവങ്ങൾ ഇന്ന് നന്റെ മുട്ടത്തെ കണ്ടില്ലേ. ഇന്ന് ഏതോ കുറെ ആൾമാർ യുദ്ധാക്കടെ ഗലാട്ടാക്കടെ ബോംബിട്ടേ കൊണ്ടുടെ ഇങ്ങനെ മുസ്ലിം നാമധാരി ആക്കുമ്പോ ഇന്നത്തെ മുസ്ലിമീങ്ങൾ വിചാരിച്ചാൽ ഇസ്ലാം ചൊന്നെങ്കിൽ ഇതേ ഒരിക്കലും അല്ല. ഇസ്ലാം ചൊന്നെങ്കിൽ ഇതാണ് ഇപ്പൊ ഞാൻ ചൊല്ലുന്നത്, ഈ ചൊല്ലുന്നതാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ. അപ്പൊ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കരുണ കാട്ടിയെത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്കും ബുദ്ധിമുട്ട് ഇബാദത്തിന്റെ പേരിൽ എന്തിന്റെ പേരിൽ ആവണ്ടാൻ പരിപാടിത്ത് ഇന്ന ദീന യുസ്റു, ഈ ദീൻ വളരെ സുലഭമാണ് പരിപാടിത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നതാണ് ദീൻ സുലഭമാണ്. ചില ആൾമാർ വന്നാർ അങ്ങ് വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെഞ്ഞായിമാർ ഔത്ത് കാണുമ്പണ്ട് വന്നിട്ട് അങ്ങ് ചെല്ല് എന്തിനും ചെന്നെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിനെ പറ്റി കേൾക്കട എങ്ങനെ ഇബാദത്താക്കരുത്. അപ്പൊ എനിക്ക് അത് മെയ്യാവില്ല. ഇങ്ങനെ ചൊല്ല നമ്മൾ ഫുള്ള് ഇബാദത്താക്കട, ജാവ് ഫുള്ള് നിസ്കരിക്കട, ഫുൾ മൊത്തം നോമ്പെടുക്കട. അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ മൂന്നാൾ പരസ്പര അഭിപ്രായമാക്കിയിട്ട് പണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു ശരീരത്തെ ദണ്ഡനാക്കിയ പോലെ അങ്ങനെ ആക്കണ്ടു. ഇബാദത്തല്ലേ എന്ന് കേട്ടിട്ട് കാര്യമില്ല. എല്ലാ നാളിലും നോമ്പെടുത്തുണ്ടോ, എല്ലാ നാളിലും ഡെയിലി ജാവ് നിസ്കരിക്കലേണ്ടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. നാനെങ്ങനെ കൊണ്ടുണ്ട നിങ്ങൾ ഇങ്ങനെ ആക്കണമെന്നില്ല ഹിക്മത്ര പറ അമ്മാന നാണ് അല്ല. ഒരാൾ ചെന്നത് അങ്ങനെ ഞാൻ എപ്പോ ജാവ് നിസ്കരിക്കാൻ, പിന്നെ ഒരാൾ ചെന്ന ഞാൻ നോമ്പൊരിക്കലേ ഇല്ല എപ്പം നോമ്പേ നാണ്, പിന്നെ ഒരാൾ ചെന്ന മങ്ങിലമേ ആവില്ല നാണ്. ഇതാണ് അങ്ങനെ ഇബാദത്തിന്റെ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ചെന്നത് നിങ്ങമാ ഇങ്ങനെ ഇങ്ങനെയല്ല ചന്ദ്രൻ അമാ വല്ലാഹി ഞാൻ അങ്ങനെ കൊടുത്തുള്ള ഇന്നി ലഅഖ്ശാകും ലില്ലാഹ്, നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും പേടിക്കുന്ന ആളാണല്ലേ, നിങ്ങളെ കൂട്ടത്തിൽ വലിയ തഖ്വയുണ്ടെങ്കിൽ ആളാണല്ലേ. പക്ഷെ ഞാൻ നോമ്പ് നോക്കടേ, ഞാൻ നോമ്പൊരിക്കടേ, ഞാൻ നിസ്കരിക്കടേ, ഞാൻ ഉറങ്ങടേ, ഞാൻ പെണ്ണുങ്ങളെ മങ്ങിലാവൂടെ, ഇതെല്ലാം എന്റെ ചര്യയാണ്. ഇവ ഇങ്ങനെ ചൊല്ലുന്നത് ഞാൻ ജാവ് ഫുള്ള് നിസ്കാര അതില്ല. അങ്ങനെ ഒരു ഇസ്ലാം വേണ്ട. നിങ്ങൾ കടിക്കുന്നു നോമ്പലാക്കിയവരുണ്ടാ പെഞ്ഞായി നിങ്ങൾ മങ്ങിലാവില്ല, പെഞ്ഞായിമാരെല്ലാം വിട്ടു തെക്കടാറ്റുള്ള അതും തീരാ. നിങ്ങൾ മങ്ങിലായിരാറുണ്ടായെങ്കിൽ ആ പെണ്ണുക്ക് നിങ്ങളെ മുട്ടത്തെ ഹക്ക് കിട്ടുകൊണ്ടുപോകും, അല്ലെങ്കിൽ ആക്കിയത് അക്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ഫമൻ റദിബ അൻ സുന്നതി ഫലൈസ മിന്നി, നന്റെ സുന്നത്തിനെ തൊട്ട് ഒരാൾ ഒട്ടു നിൽക്കിടാണ്ടായ അവൻ നന്റെ ആളല്ലാണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ നോക്കൂ, ഫുള്ള് നിസ്കരിക്കുമ്പോ ഫുള്ള് നോമ്പെടുക്കുമ്പോ ഇങ്ങളെ തടിക്ക് നൊമ്പലാണ് ഒപ്പതറാണ് ആക്കിയുള്ളേ. അതുകൊണ്ട് നിങ്ങൾ അത് ആക്കണ്ടാണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അതുപോലെ സയ്യിദുനാ അബൂ ദർദാ റളിയല്ലാഹു അൻഹു, ഈ രണ്ട് മഹാന്മാർ ചങ്ങായിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അങ്ങനെ ചങ്ങായിപ്പാടാക്കിയത്. അങ്ങനെ ഒരു നാൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹു സിയാറത്ത് കുവൈത്ത് സന്ദർശിക്കുകയും അങ്ങനെ പോയി നോക്കുമ്പോ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പെഞ്ഞായി ഉമ്മു ദർദാ അയിമൊരു മുസിഞ്ഞ വസ്ത്രം ഇട്ടിട്ടുള്ളൂ, താന്ന വസ്ത്രം, എന്തോറും അവസ്ഥകളുണ്ട്. അപ്പൊ കേട്ടു മാഷ നോക്കി നിങ്ങളുടെ അവസ്ഥ എന്തരും കേട്ടു. അപ്പൊ അയിമ ചെന്നത് അഹൂക്ക് അബൂ ദർദാ, നിങ്ങളൊരു ചങ്ങായി ഉണ്ടല്ലേ അബൂ ദർദാ, അയാൾക്ക് ദുനിയാവോട് ഒരു ആവശ്യമില്ല, മങ്ങിലായിരുന്നെ
പെണ്ണുങ്ങൾ അകത്തിയൊന്നുമില്ല, ഇങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ അബൂ ദർദാ മാപ്പിള വന്നിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട്, കാരണം വന്നത് ചങ്ങായല്ലേ, വന്നിട്ട് ചെന്നു നിങ്ങൾ തിന്നോളൂ. ആരൊട്ടിയ സൽമാനുൽ ഫാരിസി സ്വഹാബിയാണ്. 300 ചില്ലാറ വർഷം ജയിച്ചിട്ടുണ്ടാണ് അയാളെ പറ്റി ഒരു അഭിപ്രായം ചൊല്ലു. ആ സ്വഹാബി കുളിച്ചെന്ത് നിങ്ങൾ തിന്നോളൂ. ഇല്ല, ഞാൻ നക്ക് നോമ്പുള്ളൂ. അബൂ ദർദാ ചെല്ല മാപ്പിള ഇയാൾ ചൊല്ല നക്ക് നോമ്പു നിങ്ങൾ തിന്നോളൂ. സൽമാനുൽ ഫാരിസി നിങ്ങൾ തിന്നാണ്ട് ഞാൻ തിന്നില്ല എന്നോ. അപ്പൊ ഇയാൾ കുടിക്കിട്ട് ചങ്ങായി ഫാക്കല ഇയാൾ തിന്നിട്ട്. അങ്ങനെ ജാവായപ്പോ അബൂ ദർദാ നിസ്കരിക്കുകയാണ് പോണേ, അയാൾ പറഞ്ഞില്ല. അപ്പൊ ചെന്നിട്ട് നിങ്ങൾ ഓർമ്മ സുബ്ഹാനല്ലാഹ് ഇല്ല കൂട്ടില്ല. സൽമാനുൽ ഫാരിസി നീ ഓർമ്മ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഓർമ്മയില്ല. അങ്ങനെ അയാളെ വർക്കിത്തു. അങ്ങനെ വർക്കിത്ത് തെല്ല് പറഞ്ഞിട്ട് പിറകെ എണിച്ചിട്ട് ഇയാൾക്ക് നിൽക്കുള്ള നിസ്കരിക്ക് വേണ്ടിക്കൊണ്ടല്ലേ എണിച്ചിട്ട് നമ്മ കിടപ്പാട്ടി. പിന്നെ രാത്രിയുടെ സമയം മുട്ടമുട്ടാവുമ്പോ സുബൈലെ മുട്ടമുട്ടാവുമ്പോ ചെന്തുക്കുമില്ല ഇപ്പൊ നിസ്കരിക്കൂ ഇപ്പൊ നിക്കോളൂ വിളിച്ചിട്ട്. അങ്ങനെ ഫസല്ലയ രണ്ടാളും നിസ്കരിച്ച. ഇപ്പൊ ഇവിടെ പുറത്തുള്ള ഒരാൾ നോക്കുമ്പോൾ എന്തൊരു നോമ്പ് പാട്ടിട്ട് ഇയാൾ നിസ്കരിക്ക കൊണ്ടുള്ള അങ്ങനെ ഒരു നിസ്കാരം ഇല്ല, അങ്ങനെ ഒരു നോമ്പില്ല. നോക്കുള്ള ഇസ്ലാം എത്ര ചന്താണ്. ഇവിടെ പെഞ്ഞായിരം വെച്ചിട്ട് ആ പെഞ്ഞായിരം മുട്ട പോകാണ്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു പരിപാടിത്ത് ഇന്നലി റബ്ബിക അലൈക ഹഖ, നിങ്ങളെ റബ്ബും നിങ്ങൾ ഹക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ശ്വാസോച്ഛ്വാസം ഏറ്റവും നിയമത്ത് നക്ക് തന്നതല്ലേ, അതുകൊണ്ട് ആ റബ്ബും ഞാൻ ഹക്ക് കൊടുക്കുന്നുണ്ട്. നിസ്കരിക്കണം. വലി നഫ്സിക അലൈക ഹഖ, നിങ്ങളെ തടിക്കും നിങ്ങളെ മുട്ടത്തെ ഹക്ക് കിട്ടുന്നുണ്ടു. ഈ തടിയെ നിങ്ങൾ വെറുതെ ദണ്ഡനാക്കുക. നിരന്തരമായിട്ട് പണി. ഗൾഫിലെല്ലാം പോയി നോക്കിയെങ്കിൽ ഞാൻ ചെന്നൊരു ജനാൻ നോക്കി ഇങ്ങനെ പണിയാക്കാണ്ടാണ്. എന്ത് ചെയ്യുന്ന വർക്കേ ഇല്ല. ചിലങ്ങ് പറഞ്ഞോണ്ടിരിക്കല് അത് വേറെ വിഷയം. ചിലങ്ങൾക്ക് വർക്കേ ഇല്ല ജാവ് ഗണിക്കണം 3 ഗಂಟೆಗೆ എഞ്ചെങ്കിൽ പിന്നെ റൂം എത്തുമ്പോ 1 ಗಂಟೆ ജാവും. പിന്നെ തെല്ലു അറങ്ങടമ ഇറങ്ങിയ പോലെ ആക്കിട്ട് പിറകെ എഞ്ചിട്ട് ഓടുന്നത്. എത്ര സ്വറ ഉണ്ടോ? 4-5 സ്വറ. എന്തി ഇത് ഭാരിക്കൂട്ടുള്ള ഗൗജി പെഞ്ഞായി മക്കളെ വളർത്തണ്ടേ ഒക്കുവാവ. പെഞ്ഞായി മക്കളെ വളർത്തുന്നോ ചെന്നിട്ട് നിന്റെ തടിക്ക് ഹക്കില്ലേ? ഈ ബോഡി തന്നത് പഠിച്ചോണല്ലേ, പഠിച്ചോണ്ട് വന്നിട്ടില്ല. ഇതൊക്കെ ഹക്കുണ്ടോ? ഇതിനെ നീ ഒട്രാസിയാക്കൂ തീറാ വല തുൽക്കൂ, നിങ്ങളെ നഫ്സിനെ നിങ്ങൾ നാശത്തിലിടൂ തീരാണ്ട് വരുന്ന പോകാൻ പരിപാടിക്ക്. ഇങ്ങനെ നിരന്തരമായിട്ട് ഇഞ്ചിൻ ഓടിയെങ്കിൽ എത്ര കാലം ഇത് വരും? അതുകൊണ്ട് ഇത് അക്രമാണ് നിങ്ങൾക്കത് പാടില്ലാന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട സഹോദരൻ, അതുകൂടെയാണ് ഇന്നലി റബ്ബിക അലൈക ഹഖ, നിങ്ങളെ റബ്ബു നിങ്ങളെ മുട്ടത്തെ ഹക്ക് കിട്ടുകൊണ്ടും നിങ്ങളെ തടിക്ക് ഹക്ക് കിട്ടുകൊണ്ടും വലി അഹ്ലിക അലൈക ഹഖ, നിങ്ങൾ പെഞ്ഞായിരം മങ്ങിലാക്കിയിലൂടെ കൊമ്പനിറാറല്ലേ, ആ പെണ്ണിനെ മൂലകില ഉള്ളതല്ല, ആ പെണ്ണും നിങ്ങളെ മുട്ടത്തെ ഹക്ക് കിട്ടുകൊണ്ടു. അവളിട്ടിക നീ മുണ്ടണു, അവളുടെ ആഗ്രഹങ്ങൾ നീ വിട്ടിക്കൊടുക്കണു. ഇതെല്ലാം പരിപാടിത്ത് അതുകൊണ്ട് ഹക്കുള്ള ആൾമാർക്കെല്ലാം അങ്ങനെ ഹക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പരിപാടിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് അവിടെ ആ കേസ് തീന്നിട്ട് ഇതിപ്പോ നാനാക്കിയത് സമമായിട്ട് ഗൊന്താവണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട സീത പോയിട്ട് ചെന്ന് ഞാനിങ്ങനെ എന്റെ ചങ്ങായി അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് സന്ദർശിക്കുക പോയപ്പോ ഇങ്ങനെയെല്ലാം നടന്ന് ഞാൻ അവിടെ ഇങ്ങനെയെല്ലാം ആക്കിയാൻ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് എന്തുകൊണ്ടാ? സ്വദഖ സൽമാൻ ചൊന്നത് നേരാണ്, സൽമാൻ ചൊന്നത് സത്യം. ഇങ്ങനെ വരണോട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഏത് വിഷയത്തിലും മാതരിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സ്വതക്കാണ്ട് പരിപാടിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് നല്ലത് കൊണ്ട് കൽപ്പിച്ചതാണ്, മോശമായത് വിരോധിച്ചാണ്ടെങ്കിൽ അതും സ്വതക്കാണ്ട് പരിപാടിത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏത് സാധുക്കളായ ആൾമാർക്കും ഈ സ്വതക്കാക്കൂ സാധ്യ. സുബൈക്ക് സ്വതക്കാക്ക സുബൈക്ക് എനിച്ചിട്ട് ബർബ എതിർള്ള ഒരു സഹോദരൻ കിട്ടിയാണ്ടായെങ്കിൽ വെറുതെക്കും അവന്റെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിൽ നിന്ന് വന്നെങ്കിൽ ഒരു പുഞ്ചിരി നാം കൊടുത്താണ്ടായെങ്കിൽ ആ പുഞ്ചിരിയിലൂടെ നമുക്ക് സ്വർഗം എടുക്കുക. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിപാടി തന്നുകൊണ്ടുള്ള വെറുതെ ചിരിക്കുക. മുഖം നോക്കി ചിരിക്കുമ്പോ അത് മനസ്സിന് വേണ്ടെങ്കിൽ ചിരിയാവുമോ? കള്ളച്ചിരിയാവൂ തീരാ, തമാശാക്കിയിട്ടുള്ള ചിരിയാവൂ തീരാ, വെറുതെക്കും ആൾമാർ ചെല്ലട്ടുള്ള ചിരിയല്ല. പിന്നെയോ മനസ്സിന് ഉൾഗത്ത വേണ്ട ചിരിക്ക് സ്വർഗം കിട്ടുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പൈസ കൊടുത്തിട്ടേ അല്ല സ്വതക്ക, പൈസ കൊടുക്കട്ട്, പാവത്തവൻ എന്താക്കട്ടെ, പാവത്തവൻ പുഞ്ചിരിക്കട്ട്. അപ്പൊ പൈസത്തവൻ പുഞ്ചിരിക്കില്ല, കിട്ടട്ടെ അവൻ എട്ടാണ്. അത് പിന്നെ എന്തോ ആക്കുവാറില്ല, അത് അള്ളാഹുടെ ഔദാര്യമാണ്. അവർ ഉദ്ദേശിച്ച ആൾമാർക്ക് തെല്ലിയാറെ കൊടുക്കണം, അവൻ പഠിച്ചു. പക്ഷെ നക്കും ബേജാറാവണോട്ടില്ല. അയാൾ 10 ലാഖ് കൊടുക്കുമ്പോ ഞാൻ എന്തിനാക്കടേ ആ 10 ലാഖ് കൊടുത്തവന്റെ മുഖത്തിൽ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുക എങ്കിൽ ആ 10 ലാഖിന്റെ കൂടി ധർമ്മത്തിൽ നിന്നൊക്കെ എടുക്കുക.
തബസ്സുമുക ഫീ വജി. ഇങ്ങനത്തെ ഒരു നേതാവുടെ അനുയായിക, ഇങ്ങനത്തെ ഒരു നേതാവ് ലോകത്തെവിടെയെങ്കിൽ എത്ര ഈസിയാണ് ഇസ്ലാം. നോക്കൂ, തബസ്സുമുക ഫീ വജി അഖീക സ്വദഖ. നിന്റെ സഹോദരരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സ്വദഖാന്റെ പരിപാടിത്ത്. വഅംറുക ബിൽ മഅറൂഫി വനഹിയുക അനിൽ മുൻകരി സ്വദഖ. നല്ലത് കൊണ്ട് കൽപ്പിക്കണേ, മോശമായത് വിരോധിക്കരുത് സ്വദഖയാണ്. ഇനിയോ, ഇനി വേറൊരു സ്വദഖുണ്ട്. ഞാൻ ഇങ്ങനെ തെരുവിൽ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, വഇർശാദു കർറജുല ഫീ അർദിൽ വലാലി ലക സ്വദഖ. ഒരാൾ ഇങ്ങനെ വന്നത്, അയാൾ അപ്പുറം പോയിട്ടുണ്ട് ഇവരെ പോയിട്ടുണ്ട്, അയാൾക്ക് തെരു കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എന്താക്കിക്കൊണ്ട അയാളെ കൈ പിടിച്ചിട്ട് എവിടെയാണോ അയാൾ എത്തുന്ന അവിടെ എത്തുവാട്ടിക്കൊടുത്ത് ധർമ്മത്ത് കിട്ടുന്ന വിഷയമാണ്. ഇനി അങ്ങോട്ട് പോകുന്നൊക്കെ ബോധത്തില്ല. ഞാൻ നേരായ തെരു ഒന്ന് ചെന്ന് കൊടുക്കണം, വെറുതെ ചെന്ന് കൊടുക്കുക. നേരായ തെരു അയാൾക്ക് തെരു ഞാൻ ചെന്ന് കൊടുത്താണ്ട് അതും സ്വദഖാണ്ട് പരിപാടിത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിയത് അതാണ്. ഒന്ന്, തെരു തപ്പിയവണോ തെരു കാട്ടിക്കൊടുക്കും. ഇനി കണ്ണ് കാണാത്ത ഒരാളുണ്ട്, ബന്ധത്തിന് പേരില്ല, അഞ്ഞുണ്ട്, അയാൾ തപ്പിയുണ്ട്, അയാൾക്ക് പള്ളിക്ക് പറഞ്ഞു എങ്കിൽ അയാളെ കൈ പിടിച്ചിട്ട് നേരെ ഇവിടേക്ക് എത്തുവാട്ട. അല്ലെങ്കിൽ അയാൾ എവിടെ കാണാൻ പോണേ അവിടേക്ക് എത്തുവാട്ട. അയാൾ കണ്ണ് കാണാത്ത ആൾക്ക് ഞാൻ വഴി കാട്ടി കൊടുക്കുന്നത് സ്വദഖാണ്ട് വഴിപാട്ടിത്ത്. തെരുളു പോകുമ്പോ ആൽമാർക്ക് ഉപ്പതറാവിടേക്കത്തെ കല്ലുണ്ടോ ഉള്ളുണ്ടോ എങ്കിൽ അതിനെ നീക്കിക്കൊടുക്കൽ സ്വദഖാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാട്ടിത്ത്. നിങ്ങളെ കയ്യിൽ തണ്ണിയുണ്ടോ, നിങ്ങളെ കയ്യിൽ നല്ല പാലുണ്ടോ, അപ്പുറത്തവൻ കാലിപാത്രവുമായി വേണ്ട അവർക്ക് അത് അകത്യമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് എല്ലാം വീട്ടി കൊടുത്താറ് എങ്കിൽ അതും സ്വദഖ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പൈസ ഇല്ലാണ്ട് ആക്കുമ്പോഴത്തേക്കത്തെ സ്വദഖത്തെ ലിസ്റ്റ് ധാരാളമുണ്ട്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതാണ്. മുസ്ലിമും അമുസ്ലിമും ലോകത്തുള്ള എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കാരുണ്യം പഠിപ്പാട്ടിക്കത്തെ നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെ ഒരു 4-5 ക്ലാസ്സിൽ ചില റഹ്മത്ര വിഷയം ഞാൻ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകെ ഖുർആൻ ചെന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഒരു മുസ്ലിമായ ആള് ഒരു പക്ക ഒരു തൈ നട്ടാണ്ട് വിചാരിക്ക, ഒരു തൈ ഒരു പക്ക നട്ട നല്ല നീയത്തിൽ തൈ നട്ടാണ്ടായെങ്കിൽ നീയത്തിലൂടെ കൂലിയെടുക്കുക അവിടെയല്ലേ. ആ തൈര് വന്നിട്ട് ഏതോ മനുഷ്യന്മാർ തിന്നോണ്ട് പോയാറ് മാങ്ങ, അല്ലെങ്കിൽ പക്ഷി വന്നിട്ടാണ് തിന്നരേ, ബേജാറാവിടെ ആവശ്യമേ ഇല്ല. എന്തുകൊണ്ടും ചൊന്നെങ്കിൽ ഇത് എൻ്റെ ആഖിറത്തുള്ള ഡിപ്പോസിറ്റ് ആണ് ഞാൻ ആക്കിക്കൊണ്ടുള്ളത്. എത്ര വലിയ വിഷയമാണ്. ജാഗ്രതയുള്ളെങ്കിൽ ആൾമാർ നല്ല ഒരു ഫ്രൂട്ട്സ് തൈ നടാം, ആ ആൾമാർ ഉപകാരമാവട്ടെ. അല്ലെങ്കിൽ പക്ഷിങ്ങ വന്നിട്ട് തിന്നുവല്ലേ, പക്ഷിങ്ങ പിന്നെ നല്ലൊരു കേൾക്കൊണ്ടുണ്ട് എന്തോ ഇല്ലല്ലേ, പക്ഷി വന്നിട്ട് തിന്നിട്ടാ അത് കൊസിയിൽ സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നിൽക്ക. എന്റെ ആ പക്ഷി തിന്നുമ്പോ നക്ക് വലിയ സ്വതക്കൈത്ത് ഞാൻ ആ ചെന്ന് നക്ക് നിനപ്പില്ല. മുന്തിരിങ്ങയുടെ തൈ നട്ടിട്ട് നല്ല പക്ഷി വന്നിട്ട് തിന്നത്ത് ബേജാറായ്മ ഒന്നും തോന്നില്ല. പക്ഷെ നാണിറ്റൊന്നും ബേജാറാവോണ്ടില്ല. കാരണം പക്ഷി തിന്നിട്ട് പക്ഷിയും തിന്നണല്ലേ. കാരണം പക്ഷി തിന്നിട്ട് അവൻ അക്കൂടെ കുടി കിട്ടിയോണ്ടുണ്ട് ധർമ്മത്ത് പോകും. മുന്തിരിങ്ങ വന്നിട്ട് പക്ഷി തിന്നിട്ട് ഇനി വേറെ ചനിൽ വന്നിട്ട് തിന്നിട്ട് ആറ് വന്നിട്ട് തിന്നെങ്കും ഒരു മുഅ്മിനായ ആളെ അമൽ ബെർദകാവില്ല എന്നാ ചൊല്ലുകൊണ്ടുള്ളേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാത്തിനും നല്ല നീയത്തും ഞാൻ പോയിട്ടാ ഒരു അവകെട്ടാലോട്ട് ഇതും പേരുകൊണ്ടാ കണ്ടിയെല്ലാം വെച്ചിരാറല്ലേ. എന്തിനാണ് കണ്ടി വെച്ചിരോ? കണ്ടി വെച്ചിരേ അത് കാത്തു പറഞ്ഞു ആ ഒരു നീയത്ത് കാത്ത് ഏതായാലും പണ്ടേ അല്ലേ. പക്ഷേ ആ കണ്ടി വെക്കുമ്പോ എന്താക്കാ, എന്തെങ്കിലും ചെന്നെങ്കിൽ പള്ളിയുടെ ബാങ്കേ കെട്ട് കണ്ടിയുടെ വായിൽ ഓപ്പൺ ആക്കി വെച്ചെങ്കിൽ എന്താവും, അല്ലെങ്കിൽ എൻ്റെ ഔത്തർ വായിൽ ഓപ്പൺ ആക്കി വെച്ചെങ്കിൽ പള്ളിയുടെ ബാങ്ക് അത് നല്ല രൂപത്തിൽ എൻ്റെ ഔത്ത് ഇങ്ങനെ കേൾക്കുമല്ലേ. ആ നീയത്തിലാണ് ഞാൻ കണ്ടി വെച്ചെങ്കിൽ മരിക്കോളത്തോടെ 5 നാൾ വരെ ആ കൂലിയാൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നീയത്ത് അങ്ങനെ വെക്കണം. മാത്രം ഒരു ഉദാഹരണം ഞാൻ ചോദിക്കുന്നത് ഒരു ഹൈറിന്റെ വിഷയം. ഒരു ഹൈറ് എൻ്റെ കാതിൽ ഇങ്ങനെ കേട്ടോണ്ടിക്കട്ട്, അതുകൊണ്ട് ഈ കണ്ടിയുടെ വായിൽ ഓപ്പൺ ആക്കുമ്പോ അപ്പുറത്തെ ഇങ്ങനെ വണ്ട് എൻ്റെ കാതിൽ ബാങ്ക് കേക്കിട് എങ്കിൽ ധർമ്മത്തിൽ ഇയാൾക്ക് മരിച്ചിട്ട് തീനെങ്കിൽ കൂലി ഇങ്ങനെ കിട്ടിയോണ്ട് ആ കണ്ടി എത്ര കാലം അവിടെ ഉണ്ടാ അത്ര കാലം ധർമ്മത്തിൽ നക്കി ഇങ്ങനെ കൂലി കിട്ടിയോണ്ടിക്കട്. അവ മുഅ്മിനായ ആളും ചെന്ന് ബുദ്ധിമാനാവണം. അവന്റെ ഓരോ ഹർക്കാത്ത് സക്കനാത്തിലെ പ്രതിഫലം എടുക്കുക സാധ്യമാവുള്ളൂ. കുടിക്കുമ്പോ തണ്ണി കുടിക്കുമ്പോ അതുപോലെ ആഹാരം തിന്നുമ്പോ നീയത്ത് വെക്കുക, ഇത് തന്നെ ഇബാദത്തിന് നല്ല ശക്തി ഉണ്ടാവൂ. അതുപോലെ നക്കിപ്പോ സ്വർത്തക്ക് പോകണോണ്ടായിരുന്നൊക്കെ ആഹാരം തിന്നണോ, സ്വർത്ത് എന്തിനാണ് പോണേ, എന്റെ പെഞ്ഞായി മക്കളെ ഭക്തകുബനായിട്ടാണ്. അതും നല്ല വിഷയല്ലേ, അതും ഒരു ഇബാദത്താണ്. ഒരാൾ സുബൈക്ക് പോയിട്ട് അസർ വരുമ്പോ അവന്റെ കൈയെല്ലാം ഇങ്ങനെ ദുർഗായി പോയി പണിയെടുത്തിട്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബേജാറാവുന്നില്ല. ഇത് കള്ളുകുടിക്ക് ബാക്കിയെങ്കത്തെ പണിയല്ലല്ലേ, ബടക്കുവാനായിട്ട് പോയെങ്കത്തെ പണിയല്ലല്ലേ. ഞാൻ എന്തിനാണ് സുബൈക്ക് പോയിരേ അസർക്ക് വന്നേ ഇത്രയും കഷ്ടപ്പെട്ടേ, അന്ന് എന്റെ കുടുംബത്തെ പുറത്ത് പോയനായിട്ടാണ്. അങ്ങനെ ഒക്കെ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നീയത്തിൽ നിങ്ങൾ സുബൈക്ക് പോയിട്ട് അസർക്ക് വരുമ്പോ ഭയങ്കര ക്ഷീണിച്ചിട്ട് പ്രയാസപ്പെട്ടിട്ട് കൈയെല്ലാം തട്ട് കെട്ടിയിട്ട് വന്നാറാ എങ്കിൽ നിങ്ങളെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപാടി. ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്ത് അധ്യായങ്ങൾ തീരാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹഖ് കൊണ്ട് ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ സദസ്സ് നീ കബൂലാക്കണം റഹ്മാനെ. നീ ഇഷ്ടപ്പെട്ട നിന്റെ സാലിഹീങ്ങളായ ഇബാദകളിൽ പെടുത്തി തരണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, ഈ സദസ്സിന്റെ ബർക്കത്തോട് ഞങ്ങൾക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് നൽകണം റഹ്മാനെ. അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, നമ്മുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങളെ നീ വീട്ടിത്തരണം റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ നൽകണം റഹ്മാനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ മദീനയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം റഹ്മാനെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. الله